ഇന്ന് ഫ്രൈഡേ ആണ്, നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. ഇന്ന് രാഹുലേട്ടന് ലഞ്ച് വേണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ മെസ്സിൽ ബിരിയാണിയാണ്. ഇപ്പോൾ രാഹുലേട്ടന് ബിരിയാണി വലിയ താല്പര്യമില്ല. സോ എല്ലാ ഫ്രൈഡേയും ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് എൻ്റെ ഷിഫ്റ്റ് അനുസരിച്ച് എനിക്ക് 2 to 11 ആണെങ്കിൽ രാഹുലേട്ടൻ ഇവിടെ വീട്ടിൽ വന്ന് കഴിക്കും. അല്ല എനിക്ക് 8 to 5, 12 to 9 ഒക്കെ ആണെങ്കിൽ ഞാൻ പോകുമ്പോൾ ഞാൻ ബാഗിലാക്കിയിട്ട് എനിക്കും രാഹുലേട്ടനുള്ള ലഞ്ച് കൊണ്ടുപോകാണ് ചെയ്യാറ് കേട്ടോ. സോ വെള്ളം തിളച്ച് വന്നപ്പോൾ അരി നന്നായി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെറുപയർ മുളപ്പിച്ചത് തോരനാക്കി വെക്കാം. എല്ലാ നാട്ടിലും തോരനാണോ പറയാം, ഞങ്ങൾ തൃശ്ശൂർക്കാർ ഉപ്പേരി എന്നാണ് കേട്ടോ പറയാം. പിന്നെ ഞാൻ തോരൻ, മെഴുക്ക് പുരട്ടി, ഉപ്പേരി എന്നൊക്കെ മാറ്റി മാറ്റി പ്രയോഗിക്കും. കാരണം എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിവേ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറുള്ളിയും വെളുത്തുള്ളിയും മുളകൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ മുളപ്പിച്ച് ചെറുപയറും ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് എഗ് റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ചോറിന് എഗ് റോസ്റ്റ് വേണമെന്ന് രാഹുലേട്ടൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നോർമൽ നമ്മളൊരു ഗ്രേവി പ്രിപ്പയർ ചെയ്യുന്ന പോലെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നായി എണ്ണയിൽ വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളിയും ചേർത്ത് അതിലോട്ട് പൊടികളായ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് കുറച്ച് എഗ് റോസ്റ്റിന്റെ മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വെള്ളം ഒഴിച്ചതിന് ശേഷം ഗ്രേവി ആയി വരുമ്പോൾ നമുക്ക് കസൂരി മേത്തി ഇട്ട് കൊടുത്താൽ ഒരു പൊടിക്ക് ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ വരഞ്ഞു വെച്ചിട്ടുള്ള എഗ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പൊത്തി വെച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി എഗ് റോസ്റ്റ് റെഡി. പിന്നെ നമ്മൾ ചോറും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ. പിന്നെ ഒരു കാര്യം കൂടെ, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.